കാഴ്ചയുടെ വർണ്ണവിസ്മയം പ്രകൃതിയിൽ അലിയിച്ചെടുത്ത കോന്നി അടവിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആനച്ചൂര് മണക്കുന്ന കാടിൻ്റെ വന്യത ആസ്വദിച്ച് നമ്മൾ ചെന്നെത്തുന്നത് അടവിയിലേക്കാണ്. കോന്നിയിൽ നിന്ന് 10 കിലോമീറ്ററാണ് അടവിയിലേക്കുള്ള ദൂരം. പമ്പയുടെ പോഷകനദിയായ കല്ലടയാറിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സഞ്ചാരികളെ അടവിയിലേക്ക് ആകർഷിക്കാൻ പ്രധാന കാരണം കല്ലടയാറിൻ്റെ ഓളപ്പരപ്പിനെ തഴുകിയുള്ള കുട്ടവഞ്ചി സവാരിയാണ്. ഞങ്ങളങ്ങനെ കുട്ടവഞ്ചി സവാരിക്ക് തയ്യാറായി. 4 പേർക്ക് കയറാവുന്ന ഒരു കുട്ടവഞ്ചി സവാരിക്ക് 400 രൂപയാണ് റേറ്റ്. സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കാരണം ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണിവിടെ. 30 മിനിറ്റ് സഫാരിക്ക് 400 രൂപയും ദീർഘദൂര സഫാരിക്ക് 900 രൂപയാണ് നിരക്ക്. എന്നാൽ ഞാൻ ചെന്നത് ഏപ്രിൽ മാസമായിരുന്നു. നാട്ടിൽ പുഴകളൊക്കെ വറ്റിവരേണ്ട സമയം. ഇവിടെയും കാര്യമായ നീരൊഴുക്കില്ലാത്തതിനാൽ തടയണ കെട്ടി വെള്ളം നിയന്ത്രിച്ചാണ് സഫാരി ഒരുക്കുന്നത്. അക്ഷതമോൾക്ക് ഇന്നൊരു മൂഡില്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇങ്ങനെ വെള്ളത്തിലൂടെയുള്ള ആദ്യ യാത്രയാണ്, അതിൻ്റെ പേടിയായിരിക്കും. എന്നാൽ അതിഥിമോൾ ആകെ ഉഷാറിലാണ്. നമ്മുടെ യാത്രക്കിടയിൽ ധാരാളം ദേശാടന പക്ഷികളെ നമുക്ക് കാണാൻ കഴിയും. പോകുന്ന യാത്രക്കിടയിലുള്ള ഓരോ മരങ്ങളെയും അതിൻ്റെ പ്രത്യേകതയും ഒക്കെ നമ്മുടെ തോണി തുഴയുന്ന ചേട്ടൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു. ഈ യാത്രക്കിടയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കല്ലടയാറിന് നടുക്കെത്തുമ്പോൾ കുട്ടവഞ്ചി വട്ടത്തിൽ കറക്കി തുഴയുന്നതാണ്. അതിനിവിടുത്തെ തുഴക്കാർ എക്സ്പെർട്ടാണ്. നമ്മൾ സഫാരി തുടങ്ങിയത് വൈകുന്നേരമാണ്. സഫാരി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ കല്ലടയാറിൻ്റെ ഓളപ്പരപ്പുകളെ കീറിമുറിച്ച് കവിത പോലെ ഒഴുകിയിരുന്നു. ആനകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുമ്പോൾ ഈ കൊട്ടകളെല്ലാം നശിപ്പിക്കുമെന്ന കാരണത്താൽ തന്നെ വൈകുന്നേരം ഈ കൊട്ടകളെല്ലാം ജോലിക്കാരെടുത്ത് അതാത് സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കും വനറാണി എന്ന പേരിൽ ഒരു കഫ്റ്റീരിയ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് ചാനലും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.